ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഭാവി പ്രത്യാശയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ജീവിക്കുന്ന ദൈവത്തിലും ദൈവിക വാഗ്ദാനങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് മാത്രമേ തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള രീതിയിലുള്ള ഭാവി പ്രത്യാശ ഉണ്ടാകുകയുള്ളൂ എന്നതാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. ഒരു വിധത്തിലുള്ള പ്രത്യാശ എല്ലാവരിലും കാണാം. സാധ്യതകൾ വിരളമാണെങ്കിലും ഒരു ശോഭനമായ ഭാവി എല്ലാവരുടെയും പ്രതീക്ഷയാണ്. വർത്തമാനകാലത്തിലെ കഷ്ടതകൾ നിസ്സാരമായി കരുതി മുന്നോട്ട് പോകുവാൻ ദൈവിക പ്രത്യാശ നമ്മെ സഹായിക്കുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 4:13 സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത് എന്നാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തിരുവെഴുത്തുകൾ തരുന്ന പ്രത്യാശ മനസ്സിന്റെ ഒരു ഭാവം മാത്രമോ നിലവിലിരിക്കുന്ന ചുറ്റുപാടുകളാലും മാനുഷിക സാധ്യതകളാലും നിയന്ത്രിതമോ അല്ല എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ ആഗമനത്തിനു വേണ്ടി ദൈവം ചരിത്രത്തിൽ പ്രവർത്തിച്ചതിലും ക്രിസ്തുവിലൂടെ ദൈവം ഒരു വിശ്വാസിയിൽ പ്രവർത്തിക്കുന്നതിലും നിന്ന് ഇന്ന് അദൃശ്യമായ ഭാവികാല അനുഗ്രഹങ്ങളെ വിശ്വാസി ധൈര്യപൂർവം പ്രത്യാശിക്കുകയാണ് ചെയ്യുന്നത്. രക്ഷയുടെ പ്രത്യാശ വിശ്വാസിയുടെ ശിരസ്ത്രമാണ് എന്ന് 1 തെസ്സലോനിക്ക ലേഖനം 5:8 പറയുന്നുണ്ട്. വരുവാനുള്ളവയാണ് നാം നോക്കി പാർക്കുന്നത്. എബ്രായ ലേഖനം 13:14 അതാണ് വ്യക്തമാക്കുന്നത്. ഇന്ന് കാണുന്നത് എല്ലാം അഴിഞ്ഞു പോകുന്നതാണ്. ക്രിസ്തുവിൽ ആശ്രയം വച്ചിരിക്കുന്ന നാം ഒരു ഭൗമിക നഗരമല്ല കാത്തിരിക്കുന്നത്. പ്രത്യുത ഒരു സ്വർഗീയ നഗരം, സ്വർഗീയ യെരുശലേം, ഇളകാത്ത രാജ്യമാണ് നാം അന്വേഷിക്കുന്നത്. അബ്രഹാം അപ്രകാരം താന് ഒരു ഇളകാത്ത രാജ്യത്തിനായി, ദൈവം അടിസ്ഥാനമിട്ട നിത്യനഗരത്തിനായി കാത്തിരുന്നതായിട്ട് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ 11:10 മറ്റും അതാണ് വ്യക്തമാക്കുന്നത്. എബ്രായ ലേഖനം 12:28 ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക എന്നാണ് അവിടെ ലേഖനകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതേ, ഒരു ഇളകാത്ത രാജ്യം. ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ഇന്ന് കാണുന്നതെല്ലാം നാളെ അഴിഞ്ഞു പോകുവാനുള്ളതാണ്. മനുഷ്യന്റെ സൗന്ദര്യമാകട്ടെ, ആരോഗ്യമാകട്ടെ, അവൻ കെട്ടി പടുത്തുകൊണ്ടുവരുന്ന എന്തുമാകട്ടെ, അതെല്ലാം നാളെ നശ്വരം മാത്രമാണ്. എന്നാൽ ഒരു ഇളകാത്ത രാജ്യം, ഒരു നിത്യരാജ്യം, ഒരു സ്വർഗീയ നഗരം നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അബ്രഹാം കാത്തിരുന്നതുപോലെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ആ നഗരത്തിനായിട്ട് ദൈവിക വ്യവസ്ഥയിൽ അഥവാ ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായ പ്രത്യാശയിൽ മുന്നേറുകയാണ് ഒരു വിശ്വാസിക്ക് ആവശ്യം, ഏവർക്കും ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരുവചനാടിസ്ഥാനത്തിൽ നമുക്ക് നീങ്ങാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇളകാത്ത രാജ്യമാം സിയോനൻ സ്വന്തമാം പരനോടു കൂടെ നാം നിത്യമായി വാണിടും. പരനോടു കൂടെ നാം നിത്യമായി വാണിടും. വന്ദനമേ യേശുരക്ഷകനൻ നായകനേ, വന്ദനമേ വന്ദനമേ, വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ, ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ, ഭാരങ്ങൾ തീർത്തയൻ
കാരുണ്യവാരിധേ ഭാരങ്ങൾ തീർത്തയൻ കാരുണ്യവാരിധേ വന്ദനമേ യേശുരക്ഷകനൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാൽ നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാൽ നിന്നുടെ വന്ദനം എന്നുമെൻ ഗാനമാം നിന്നുടെ വന്ദനം എന്നുമെൻ ഗാനമാം കാൽവറി ദർശനം കാണുന്നെൻ മുമ്പിലായി കാൽവറി ദർശനം കാണുന്നെൻ മുമ്പിലായി അൻപിനാലുള്ളവും കണ്ണും നിറയുന്നേൻ അൻപിനാലുള്ളവും കണ്ണും നിറയുന്നേ വന്ദനമേ യേശുരക്ഷകൻ